പേടിപ്പിച്ച് കടന്ന് പോയേക്കുന്നു. ഇവിടുന്ന് വിളിച്ചു വായിലെ വെള്ളം പറ്റി. ബേജലശാസം മുന്നോട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളൂ. കൊടയും കൊണ്ട് പോടി. ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയതല്ല, കുറച്ച് പഴയതാണ് ഇത്. അപ്പോൾ ഒരു പഴയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ടൈമില്ലായിരുന്നു. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാണ്ട് വീഡിയോ നമ്മൾ ഇടാണ്ട് എനിക്ക് മടി പിടിച്ചു പോയി. പിന്നെയെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴേക്കും ഉരുൾപൊട്ടൽ, നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടലും കാര്യങ്ങളായിട്ട് അതിൻ്റെ ഒരു ഇതിൽ പിന്നെ ഞാനങ്ങ് ഇതിൽ വിട്ടുപോയേ ചെയ്തു. അപ്പോൾ ഞാൻ ഇന്ന് നോക്കുമ്പോഴാണ് ഫോണിൽ വീഡിയോ ഇറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പാർട്ട് 3 കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞങ്ങൾ ഒരു സ്കൂളിൽ പോയി. ഇതുണ്ടോ അല്ലുവിൻ്റെ പണിയാണ് കേട്ടോ. എൻ്റെ മുടി പിടുത്തവും എന്ത് പോയോ, മുടി പിടുത്തവും കൈവായലും വെക്കണം കൂടി കേട്ടോ. അപ്പം ഞങ്ങൾ സ്കൂളിൽ എന്താ പറയുക, ഒരു അടച്ചിട്ട സ്കൂളിൽ കയറിയതും പിന്നെ അവിടുന്ന് വീഡിയോ എടുത്തും. അവിടെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ, നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കുറേ ആയി പോയിട്ട് അവിടെ. അപ്പോൾ അവർ ആദ്യം ഗേറ്റ് എന്താ പറയുക ഫുള്ള് പൂട്ടിയിട്ടിരിക്കുക, മുകളിൽ കുപ്പിച്ചിലൊക്കെ വെച്ച് ഇതാക്കി വെച്ചിരിക്കുക, ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്തൊരു സ്ഥലമായിരുന്നു. ഞങ്ങളപ്പോൾ കുറേ ആയി കയറുമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ ആ സ്കൂളിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ ആ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നപ്പം ആൻറ്റീൻ്റെ വായിലിരിക്കുന്ന കേട്ടതും കൂടെ ഞാനിതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് പോവാ. വർത്താനമുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. എന്തിന് ഏത് വഴി കയറും? ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ റോഡിൻ്റെ അടുത്ത് എത്താനായി, എന്ന് വെച്ചാൽ ടാറിട്ട റോഡ് എത്താനായി. ആര് അച്ചാച്ചങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ 2 തെറി. ഓ, ഇതിലെ ഒരു വഴിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, അതും ഇല്ല. ഇത് ഹൈറ്റ് പൊണ്ണ ഹൈറ്റിലല്ലേ അവർ വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് മാള് പഠിച്ച സ്കൂളാണ് ഗൈസ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ കണ്ടോ, ഒരു താഴ് പോരാഞ്ഞിട്ട് അവർ 2 താഴിട്ട് 2 അല്ല 3 താഴിട്ട് പൂട്ടിയ മനുഷ്യന്മാർ. അവർക്ക് കുറച്ച് മാങ്ങയുണ്ട്, വേറെ എന്തൊക്കെയോ സാധനം ഉള്ളതുകൊണ്ട് അവർ പൂട്ടി. പിന്നെ നമ്മളോടാണോ കളി? ഞങ്ങൾ കാണിച്ചു തരാം. കയറ് കയറ്. ആ കയറും. ആദ്യം മാള് കയറുന്ന കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് ഞാൻ കയറാം. അതിലല്ല മണക്കൂസ, താഴെ കൂടെ കയറി. ഈ പൊട്ടി വശത്തൂടെ കയറ്. ഇല്ല കുഴപ്പമില്ല, കയറിക്കോ. ഗൈസ്, ഞങ്ങൾ ഇങ്ങനെയാണ് കയറുന്നത്. ഇനി ഞാൻ എങ്ങനെ കയറുമാവോ? മാളു ജയിലിൻ്റെ ഉള്ളിലായി കിടക്ക്. ഞാൻ കിടന്ന പോലെ കിടക്ക് കിടക്ക് കിടക്ക്. ആ നിറയിക്കോ, വയറ് കൊടുക്കണ്ട. ആ സെറ്റ്. ഇനി ജൂലി എങ്ങനെ കയറുക? ആ ജൂലിനോടാ കളി. ഓ, നിങ്ങൾ ഞങ്ങളുടെ സാഹസികം മനസ്സിലാക്കണം. പുറം വേദന എടുക്കുന്നു. നല്ല രസമുണ്ട്. ഞങ്ങൾ ഈ സ്കൂള് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഗൈസ് കയറിയിരിക്കുന്നത്. ഇല്ല, ഇതെങ്ങാനും ലൈവായി വാർത്തയായാൽ നല്ല രസം ഉണ്ടാവും. ഇതെന്താ ഇവിടെ എന്താ ഉണ്ടാക്കിയത്? ബോർഡൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇതാണ് ഗൈസ് നമ്മുടെ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകൾ. ഓ, ഇവിടെ പുതിയ ടാങ്കൊക്കെ വന്നിട്ടുണ്ട്, വെള്ള കളർ. ഇതാരുടെ വീട്? ഇതെന്താ വീട്? ഇതാർക്കാ?
ആണോ? എന്നാ ഇതെനിക്കറിയില്ലായിരുന്നോ. പെരക്കരക്കൂടലൊക്കെ ഉണ്ടായിരുന്നോ? ചോദിച്ചു നോക്കൂ, ലൈവ് ചോദിച്ചു നോക്കൂ. ഇത് നമ്മുടെ കൈ കഴുകാനുള്ള പൈപ്പൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത്. അവിടെ ആയിരുന്നു കേട്ടോ കഞ്ഞി വെക്കുന്നൊക്കെ. ഇവിടെ 1 മുതൽ 5 വരെ. ഇതിപ്പം വന്ന സംഭവമാണ്. ഇത് വീടെന്ന് പറയുന്നു. ഇതിൻ്റെ ഉള്ളിൽ റൂമുകളൊക്കെ കുറേ ഉണ്ട്. നീ റൂം ഉണ്ടായിരുന്നോ? ടി വി ഒക്കെ ഉണ്ടടി. ടി വി അതായിരുന്നു. ഇതാ നെല്ലിക്കൊക്കെ നടക്കുന്നത്. നെല്ലിമരമാണ് ഗൈസ്. അയാളോട് പറ ഒരെണ്ണ എടുത്തിട്ടുള്ളൂന്നല്ലേ പറ. ഒരെണ്ണ എടുത്തുള്ള മുനീർക്ക. നല്ല ചെയർ നമുക്ക്. ഞാൻ ഇതിലൊരു ഭാഗം എനിക്ക് വേണ്ടാവും. കയ്പല്ലേ. ഇതാ ബാത്റൂം ഇവിടെയല്ലേ? ഇത് പഴയ ബാത്റൂം ആണോ? ടൈലാ ഇവിടെ? ടൈലൊക്കെ ഇട്ടോ വീടോ? ഇതിൻ്റെ ഉള്ളിൽ വീടോ? എന്നാ ബാ പോവാ. ഇതാണ് ഗൈസ്. ഇതിപ്പം വന്നതാട്ടോ. ഇതൊന്നും ആദ്യം ഇല്ലായിരുന്നു. ആണോ? ഇതുണ്ട്. ഇതിപ്പം വന്ന ഒരു വീടാണ്. ഇപ്പം ആദ്യമൊന്നും ഇല്ല. എന്നിട്ട് വേണം പൊക്കാന്. എപ്പോഴാണ് നമ്മൾ പൊക്കുമെന്ന് ദൈവത്തിനറിയാം. എന്തായാലും നമ്മളൊന്നും എടുക്കുന്നില്ലല്ലോ. ബാ പോവാ. ഇനി വന്ന വഴിയെ ഇറങ്ങണം. അതിനാ വഴി നോക്കേണ്ടി വരും. മാളു കയ്പുള്ള ഒരു നെല്ലിക്ക നടക്കുക. കൊതുക് മുട്ട ഇടാനുള്ള സ്ഥലം, കൊതുകിനെ വളർത്തുന്ന സ്ഥലമാണത്. ഇനി എങ്ങനെ ഇറങ്ങും എൻ്റെ ദൈവമേ. ആണ് എങ്ങനെ പോയാലും ജോലി പുറകെ ഉണ്ട്. നമുക്കിനി റോഡിൽ കൂടെ പോയിട്ട് പിന്നെയും കയറി പോയിട്ട് അല്ലാണ്ട് പിന്നെയും കയറി പോകണ്ടേ? വഴക്ക് പറയും. മമ്മി ചെല്ലുമ്പോൾ വഴക്ക് പറയും. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയി എന്ന് പറയും. മാളും എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഓരോ സ്ഥലം കാണിക്കാന്ന്. ഞങ്ങളിങ്ങനെ കുറേ ആയില്ലേ പോയിട്ടാ. അപ്പം പഴയ സ്ഥലം കാണാൻ വേണ്ടി പോയതാന്ന് പറയും. ഇല്ല, ഇങ്ങോട്ട് വന്ന എന്തായാലും പറയില്ല. വീഡിയോയിൽ വന്നോളും. കൊടയും കൊണ്ട് പോടി. മുന്നേർക്ക് ഇനി നാളെ എന്ത് ചെയ്യുമെന്നറിയോ? അടിയിൽ വല്ല കുപ്പിച്ചിലും കേട്ടു. വേഗം നടന്നു. ഈ പൂവിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നാളൂ. പാലപ്പൂ ഒന്നും അല്ലേ ഇത്? ചോദിച്ചു നോക്ക്, അറിയോന്ന് ആർക്കെങ്കിലും. എനിക്കെന്തായാലും ഈ പൂവ് ഏതാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല മണോ ഇതിന്. നീ പറഞ്ഞ കറക്റ്റാ. വരുന്നുണ്ട് അവിടെ നാള്. അതുകൊണ്ട് ഇനി ആരും കാണൂല വീഡിയോയില്. കമന്റുകൾ കൂടിയാൽ കാണേണ്ടവരൊക്കെ കാണും. ഇല്ല, അതിന് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ആ സ്കൂളൊന്ന് കാണിക്കണം. പക്ഷെ ഇങ്ങനെ ഒരു ഇത് സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു വീടൊന്നും ഞാനിപ്പോഴാണ്. നീ പുതിയ വീട് എന്ന് പറഞ്ഞപ്പോഴേ അത് ആദ്യം എന്തായിരുന്നു? കഞ്ഞിപ്പുര എന്തായിരുന്നു അത്? അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നേ. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വഴി. ഇതിലേ പോയാൽ നമുക്ക് വീട്ടിലേക്ക് എത്താം. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. വന്ന വഴി. യെസ്. സ്കൂളിൽ പോയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവളോടൊരു വയസ്സാം കാലം കൂടെ പോവാണേ. ഇതിലേ പോയാ മമ്മി വഴക്ക് പറയും. ഇത്ര നേരം എവിടെ പോയി കിടക്കാമായിരുന്നു. ഞങ്ങൾ ഇനി അതിലേ പോട്ടെ. ടാറ്റ. യോ കൊടുക്കുന്നില്ല. യൂട്യൂബ് കാണുമാ? ഇല്ല, ഇതാ ലൈവാ. വാ പോട്ടെ. നമ്മൾ വീണ്ടും നമ്മുടെ വഴിയെ പോകുന്നു.
ഇത് ഈ തിരിച്ചു കയറ്റം ഇതൊക്കെ റിസ്ക്കാ. ഒന്നാമത് ഈ ചെരുപ്പിട്ട് ഞാൻ തെന്നി വീഴാഞ്ഞ ഭാഗ്യം. മുതലെൻ്റെ വായി കാലിട്ടോ ആരുടെ നീ ഇട്ടതാ? ഇനിയിപ്പോൾ പേടിക്കണ്ട മാളു, പൊക്കുവാണെ രണ്ടാളുടെ മുഖം കറക്റ്റായിട്ട് വരുന്നുണ്ട്. നീ കയറുന്ന ഇറങ്ങുന്ന ഇതിടാ ദാസപ്പോ അന്നത്തെ അല്ലായിരുന്നോ? ജോലി മുന്നിൽ നമ്മൾ ബേക്ക് വരുന്നുണ്ടോ നോക്കിയാ ജോലി നടക്കുന്നത്. മാള് മുന്നിൽ പോന്നു, മാളുവിൻ്റെ കൂട്ടുകാരി അതിലും മുന്നിൽ പോന്നു. ഇതിലെത്രയാണ് എനിക്ക് തോന്നുന്നു, ഏതോ 3 ഇതിൻ്റെയൊക്കെ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയില്ല, 3 പള്ളീൻ്റെ എങ്ങാണ്ട് കിടപ്പുണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കാം. അതാടി ഓർണോ അവിടെ ഇപ്പം കണ്ടോ അതാ ഗൈസ്, അതാ ഇതാ ഇവിടെ വരണോ? അതാ ചോദിച്ചു നോക്ക് പൊക്കിയാ വരുമോന്ന്. ഏതെങ്കിലും കിടക്കുന്ന ആളെ നിനക്ക് പരിചയം ഒന്ന് പൊക്ക്. ഞാൻ തുറന്നാ വരുമോ പുറത്തുനിന്ന് ചോദിച്ചോക്ക്. ഈ അടുത്തോടെ മരിച്ചായിരുന്നേ, പാട്ട് പാടിയതൊക്കെ നമ്മുടെ വീട്ടിൽ കേൾക്കാം. പക്ഷെ ഇതെങ്ങനെയാന്ന് ആർക്കറിയാം. 3 പള്ളീൻ്റെ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് ഇതൊന്ന് പിന്നെ താഴെ തുറന്നായിരിക്കും. എനിക്കറിയില്ല അത് ഏതാ, എനിക്കറിയില്ല. ഒന്ന് മർത്തോമാ, ഒന്ന് എനിക്ക് തോന്നുന്നു ആ ജോബിജോ വിളിച്ചേ ആണോ? നമ്മളിത് വന്ന വഴി അറിയില്ല. ഇപ്പൊ തെറിയാക്കാം ദൈവം, ലൈവായിട്ട് തെറി കേൾക്കാം ഗായ്സ്. വീട്ടിലെത്തിയിട്ട് പോലും ആണോ? ഞാൻ കേട്ടിട്ടില്ല വിളിച്ചത്. എന്തോ ഒരൊച്ച മാത്രമേ ലാസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളൂ. എക്കോയാ കേട്ടെ? അതിലെ തന്നെ ലൈവായിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് തെറിയാക്കാം. വന്ന വഴിയെ തിരിച്ചു പറമ്പറിയാത്തുണ്ടല്ലേ. അതിലെല്ലടി ആ തെറി തെറി. അയ്യോ അതിലെല്ലടി വഴി പറ. പള്ളിക്ക് നോക്കാൻ വന്നോണ്ടിരിക്ക. നമ്മൾ സ്കൂളിൽ കയറിയിട്ടേ ഇല്ല കേട്ടോ. ആരാ വേം വന്ന് എന്നത് എടി കൂണ് അല്ലടി ആന്റി കൂണ് വേണോ? കൂണ് വേണോന്ന് കൂട് പറിക്കാൻ വന്നാന്ന് പറഞ്ഞാൽ സെറ്റ് പറക്കി പറക്കി. എടി പറക്കടി ഇത്. അത് മമ്മി ഒരുങ്ങി എവിടെ പോരാ? മിക്കവാറും കൊച്ചുങ്ങളുടെ മുടി മുറിക്കാൻ പോകാനായിരിക്കും. എടി ഇത് പറക്കടി കൂണ്. അമ്മയ്ക്ക് കൊണ്ട് കൊടുത്താൽ മതി. അതല്ല അമ്മ അതും കൊണ്ട് ഒരു താജ്മഹൽ പണി. നീ വിചാരിക്കുന്നോട്ടൊന്നുമല്ല. പോയിട്ടില്ല ദൈവമേ. ഇപ്പൊ കേക്കാം പറിക്കണോ തെറി കേക്കാൻ. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് കളയല്ലേ. അതെന്തിനാ? അമ്മയോട് ഇന്ന് വേറെന്തോ പറയുന്നു. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ അന്ത്യം ഇന്ന് നടക്കും. നടന്നു അവർക്ക് വേണ്ട. വരണോ? അല്ലടി അന്നേരം ഈ കൂണ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവില്ല. അതിൻ്റെ ബാക്കി എവിടെ ഉണ്ടോ? ഒരു കടലാസ് എടുക്ക്. ഒരു ഇതെടുക്കടി. ഒരില എടുക്ക്. പറക്കട്ടെ പറിക്കട്ടെ. ആ ഉടുപ്പിൽ പറിച്ചിട്ടു. അരിക്കൂണ് കൂണ് പറിക്കാൻ വന്നാന്ന് പറ. ഞങ്ങൾ കൂണ് പറിക്കാൻ വന്നതാ.
ആന്റി എവിടെ പോവാ? അപ്പൊ ഞങ്ങളോ? സംഭവം എന്താ എനിക്ക് മനസ്സിലായി. മമ്മി ചേച്ചിയുടെ വീട്ടിൽ പോവാ. അപ്പൊ ഞങ്ങളോ? ആ പറിച്ചു വെച്ചു. ചേച്ചിക്ക് പോവാ ധൃതിയാ പോകണ്ടവാ. ഉണ്ടോ നോക്കടി. ഉണ്ടാവൂടി. കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാ കൂണുള്ള. അപ്പൊ അപ്പുറത്തെ തെങ്ങിന്റെ അടുത്തുണ്ടോ? പറിച്ചോ? ഇത്ര പെട്ടെന്ന് പറിച്ചു കഴിഞ്ഞോ? ആ തെങ്ങിന്റെ വീട്ടിലുണ്ടാവോ? നോക്കിയിട്ട് വരാം. വാ. ആവോ ഹംസേന്റെ പറമ്പ് ഇല്ല, ഇവിടെ ഇല്ല. നാ വഴി തന്നെ വിട്ടോ. അയ്യോ ഇല്ല, ഒരു മനുഷ്യരും കണ്ടിട്ടില്ല. ഈ തെങ്ങിൻ്റെ വീട്ടിലുണ്ടോ? എന്താ മണ്ടേ കൂടെ ചാടിക്കോ? കല്ലില്ലേ ഇടയ്ക്ക്, നോക്കി ചാടിക്കോ. കുക്കും പറഞ്ഞില്ല. പാപ്പൻ്റെ കുട ഇവിടെ കുത്തിയാൽ മണ്ണാവും, അപ്പം തെറിയും കേൾക്കും. അതുകൊണ്ട് കുട ഇന്നാ പിടി. അയ്യോ ഇതെന്ത് മുള്ളാടി കയ്യെ കുത്തുന്നു. അയ്യോ വിജനതയിൽ എൻ്റെ ശബ്ദം വീണ്ടും പോകാൻ തോന്നുന്നു കേട്ടോ. തൊണ്ടയ്ക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അയ്യോ തീരെ ഒച്ച ഇല്ലാണ്ടായ ഞാൻ അന്നത്തെ കൂട്ട് തീരെ ശബ്ദമില്ലാണ്ട് നടക്കേണ്ടി വരും. ചാക്കിതാ ആളൂന് കിട്ടിയ സാധനങ്ങളൊക്കെ കാണിച്ച് അമ്മ നോക്കിക്കോ. ഇതും കൊണ്ടൊരു താജ്മഹാൽ പണി. നീ നോക്കിക്കോ. അമ്മയ്ക്ക് കൂണ് കിട്ടാഞ്ഞിട്ടായിരുന്നു. മാളൂന് കിട്ടേണ്ടിയൊക്കെ കിട്ടി. കൂണ്, പൈനാപ്പിള്. വർത്താനം കേൾക്കണ്ട. അത് നമുക്ക് വർത്താനം ഇടാം. അതാ പോന്നു വീണിട്ടിൽ ശാസ്താംഗം പ്രണമിച്ചതാണ്. ഇത്രയും ചിരിച്ചതിൻ്റെ ബാക്കി പാപ്പൻ്റെ എൻ്റെ കൂടെ കയ്യിൽ നിന്നും കൂടെ കിട്ട് കഴിയുമ്പം സബാഷ്. വെള്ളം വീഴുന്നുണ്ടേ. അതൊന്നും നോക്കാൻ പറ്റൂല. ആ കാണൂല. എനിക്ക് എത്തുന്നില്ല. ഞാനെങ്ങനെ ഇറങ്ങൂടി? ശ്രദ്ധിച്ചില്ല മകളെ, നീ ഇറങ്ങിയത് എങ്ങനെയാണ്? അതാ കൈതച്ചക്കയാണോ വെക്കടി? ഇതെന്തിൻ്റെ പൈപ്പാ? വള്ളിയാ? എന്നിട്ട് ടി വി അവിടെ പ്രവർത്തിക്കുന്ന കാണുന്നില്ലല്ലോ. നല്ല രസം ഉണ്ടാകും. കിണറ്റിൽ നിന്ന് വാരി ചേർക്കേണ്ടി വരും. എടി ഇതുവഴി നമുക്ക് നേരെ മുൻവശത്തേക്ക് പോവാം. കേൾക്കാനുള്ള കേട്ടിട്ട് കയറി പോവാം. അടുക്കള വാതിൽ എന്തായാലും അവരടച്ചു. താഴെ പോയി മുഴുവൻ പറക്കിക്കോണം.
ഇത് കൊറേ പറിച്ചിട്ട് കൂടെ തോന്നിക്കും. ഏ ഇത് കൊറേ ഇതള് പറിച്ചിട്ടാ കുറച്ചും കൂടെ തോന്നിക്കും. തോന്നിക്കും. വേഗം ആൻറ്റി പോകുന്നതിന് മുമ്പ് എത്തണം. മതിയേ? ഉം. ഇനി നമുക്ക് വലിയൊരു പഴം പോയാലോ? അതിനകത്തുണ്ട്. അതോടെ കൂടെ മുൻവശത്തേക്ക് പോട്ടെ. ഇതിലേ വാ, ഇതിലേ പോയി തെറിയാ. വാ. ഇല്ലേ, രണ്ടെണ്ണേ ഉള്ളൂ. ദൂരെയാണ് അത് അയ്യോ. ആ 3 എണ്ണ കൊടുക്ക. പേടിപ്പിച്ച രണ്ടോടെ കടന്നു പോയേക്കുന്നു. ഇവിടുന്ന് വിളിച്ചു വായിലെ വെള്ളം പറ്റി. ബേജറ ശേഷം മുന്നോട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളൂ. ലച്ചു കുഞ്ഞൂസ് ലച്ചു പോവാൻ വേണ്ടി എടുത്തു വെച്ചതല്ല. എന്നാ പാപ്പനെ ഞങ്ങൾ അടയ്ക്കുള്ളൂ. ഈ വീഡിയോൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ഇപ്പൊ കണ്ടതിന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ടാണ് വീഡിയോ മുഴുവനും കിട്ടാണ്ട് പോയത് കേട്ടോ. അതാണ് ഞാൻ മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാനിത്. സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് തന്നെ ഓഫായി പോയതാണ്, തന്നെ കട്ടായി പോയതാണ് വീഡിയോ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞങ്ങൾ 2 പെൺപിള്ളേരാണ്. അത്രയും സമയം കാണാത്തതുകൊണ്ട് അവർ പേടിച്ചത് കൊണ്ടാണ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ വഴക്ക് പറഞ്ഞത്. വഴക്ക് എന്നല്ല, അന്നേരം ഒരു ഇത് പറച്ചിന് മാത്രമേ ഉള്ളൂ. അത് സ്വാഭാവികം. ഇടയ്ക്കിടയ്ക്ക് അമ്മമാരാണേലും ആൻറ്റിമാരാണേലും ഒക്കെ പറയുന്ന ഒരു രീതിയിലേ അവരും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എൻ്റെ മമ്മി പോയതിന് ശേഷം എൻ്റെ മമ്മിയായിട്ടുള്ളത് ഇപ്പം ആൻറ്റിയായിട്ടാണ് എല്ലാം ഇതുള്ളത്. അപ്പോൾ അവർ പേടിച്ചതിന് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് വീഡിയോ ഫുള്ള് കിട്ടാഞ്ഞത്. അവിടെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലും ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം വീണ്ടും പിന്നൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.